ഇത് ഒരു വീഡിയോ. ഈ രണ്ട് ഫോട്ടോസിലെ സ്ത്രീകളുടെ ഡ്രസ്സ് ഒന്ന് ശ്രദ്ധിക്കണം. അതിൽ രണ്ടാമത്തെ ആളുടെ ഫോട്ടോയുടെ അടിയിൽ കുറച്ച് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഇൻഅപ്രോപ്രിയേറ്റ് കമന്റ്സ് വന്ന ഈ രണ്ടുപേരും ഏകദേശം ഒരേ തോതിലാണ് എക്സ്പോസ് ചെയ്തേക്കുന്നത്. പക്ഷെ ഒരാൾക്ക് അങ്ങനത്തെ കമന്റ്സ് വന്നുള്ളൂ. അതായത് നമ്മുടെ വസ്ത്രധാരണം അല്ല കമന്റ്സിന്റെ മെയിൻ കാരണം. നമ്മളെ കാണുമ്പോൾ ഒരു വ്യക്തിക്ക് എന്ത് വികാരമാണോ ജനിക്കുന്നത് അതിനാണ് അവര് നമ്മളെ ബ്ലെയിം ചെയ്യുന്നതും ഇൻഅപ്രോപ്രിയേറ്റ് കമന്റ്സ് ഇടുന്നതൊക്കെ. ഒരാളുടെ മനസ്സിൽ എന്ത് വികാരം ജനിക്കുന്നു എന്നുള്ളത് അയാളുടെ അപ്ബ്രിങ്ങിങ്ങും അയാളുടെ മനസ്സിലെ വിഴുപ്പും ഒക്കെ അനുസരിച്ചിരിക്കും. ഒരു സൊസൈറ്റി എത്രത്തോളം താഴ്ന്നതാണോ, എത്രത്തോളം ലോ ക്ലാസ് ആണോ, അത്രത്തോളം അവരുടെ സ്ത്രീകൾക്ക് മൂടി പുതച്ച് നടക്കേണ്ടി വരും. ലോ ക്ലാസ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ പുരുഷന്മാർക്ക് അവരുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനോ തിരിച്ചറിയാനോ ഒന്നും കഴിവില്ലാത്തതുകൊണ്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങൾക്കും അവർ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും. നീ ഇങ്ങനെ സ്ലീവ്ലെസ് ഇട്ടതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനത്തെ വികാരം തോന്നിയത് എന്നും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയോട് അവൻ അതിന് ദേഷ്യം കാണിക്കും, അറപ്പ് കാണിക്കും, വെറുപ്പ് കാണിക്കും, അവന്റെ കഴിവില്ലായ്മയ്ക്ക്. അപ്പൊ ഈ ബാങ്കിലെ പൈസ കണ്ടതുകൊണ്ടല്ലേ എനിക്ക് കൊള്ളയടിക്കേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നതിന് തുല്യമാണത്. ഒരു സൊസൈറ്റിയുടെ ക്ലാസ് കൂടുന്തോറും അവിടുത്തെ സ്ത്രീകളുടെ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, സേഫ്റ്റി ഇതെല്ലാം കൂടും. അപ്പോഴാണ് അവര് വളരെ ഫ്രീ ആയിട്ട്, മോഡേൺ ആയിട്ട്, അട്രാക്റ്റീവ് ആയിട്ട് സ്ലീവ്ലെസ് ഇടാനും ഷോർട്ട് സ്കേർട്ട് ഇടാനും ഒക്കെ അവർ തയ്യാറാവുന്നത്. കാരണം അവരുടെ ആണുങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്തോളും. ആ ആണുങ്ങൾക്ക് കഴിവുള്ള ആണുങ്ങളാണ്. ഒരു രാജ്യത്തിന്റെ തന്നെ സന്തോഷവും ഒരു പുരോഗതിയും ഒക്കെ നമ്മൾ അളക്കണമെങ്കിൽ ആ രാജ്യത്തിലെ സ്ത്രീകൾ എക്സസൈസ് ചെയ്യുന്ന ഒരു ഫ്രീഡവും ലിബറൽ ഡ്രസ്സിങ്ങും ഒക്കെ അളന്നാൽ മാത്രം മതിയാവും. ഇവിടെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഇവർ പറഞ്ഞു വരുമ്പോൾ എല്ലാം തെറ്റിപ്പോകുന്നൊരു ഏരിയ ഇത്. അവർ പറയുന്നതും അവിടുത്തെ പുരുഷന്മാർ കഴിവുള്ളവരായതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം ശരിക്കും ഇതൊന്നും അല്ല. ഇവിടെ ഇന്ത്യയിൽ ദാരിദ്ര്യമാണ്. അവർ പറഞ്ഞില്ലേ, ബാങ്കിലെ പണം കണ്ടാൽ ചിലപ്പോൾ മോഷ്ടിക്കും. ഈ ദരിദ്ര രാജ്യങ്ങളിൽ ഇത് പറ്റത്തില്ല. ഇത് ചുമ്മാ ഇവിടെ നിന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് യൂറോപ്പ് കാണിച്ച് പറഞ്ഞാലുള്ള കുഴപ്പം ഇതൊക്കെ. ഞാനിത് ആദ്യം ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, പ്രശ്നം പറ്റുന്ന അവിടെ അല്ല. ഇവിടെ പോൺ സൈറ്റ് വരെ നിരോധിക്കുന്ന രാജ്യമാണ്. പോട്ടെ, ഈ യൂറോപ്പിലെ US-ലൊക്കെ ഈ പേരൻസ് എന്നൊക്കെ പറഞ്ഞവർ ഈ കുട്ടികൾ കണ്ടു വളരുന്നത് ഇതുപോലെ വളർന്നു വന്ന അപ്പൻ്റെ അമ്മയുടെയും കൂടെ തന്നെ വളരുന്നവരൊന്നും അല്ല. അവിടെ സ്റ്റെപ്പ് ഫാദർ ആയിരിക്കാം, സ്റ്റെപ്പ് മദർ ആയിരിക്കാം. അവർക്ക് അങ്ങനത്തെ കൺസെപ്റ്റൊന്നുമില്ല. ഈ ഫാമിലി, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഈ റിലീജിയൻ. ഇവിടുത്തെ ഈ മതം കാരണം ഈ പ്രശ്നം. അല്ലാതെ ഇവിടുത്തെ മനുഷ്യർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്, എന്ത് ഈ പഠിപ്പിച്ച് വിടുന്നത്? പോട്ടെ, ഇവിടെ പുറത്തൊക്കെ വെച്ചിട്ട് കുറച്ച് ഒരു ചെറുക്കിനും വേണോട് ഒന്നിച്ചിരുന്നാൽ ചിലപ്പോൾ പണ്ട് ദൂരവടിക്ക് അടിക്കുന്ന സമയം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. ആ പേരൻസ് മാറി പുതിയ കുറച്ചുകൂടി ഒരു 5 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ പേരൻസിൻ്റെ രീതി മാറിയിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർക്ക് അത്യാവശ്യം ഫ്രീഡമൊക്കെ ഉണ്ട്. ആവശ്യത്തിന് അത് ആവശ്യത്തിനുമില്ല, അത്യാവശ്യം. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഇവിടെ വെളിച്ചമൊന്നും പോരുന്ന ഈ നാട്ടിൽ. രാത്രി ഇറങ്ങി നടന്നാൽ പിടിച്ചോറി, ബലാത്സംഗം, മോഷണം, കൊലപാതകം വരെ നടക്കാം. ആ കൊലപാതകം ചെയ്യുന്ന സെക്സിന് വേണ്ടി മാത്രമായിരിക്കത്തില്ല. ഇവിടെ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടതുകൊണ്ട് മാത്രമല്ലല്ലോ കൊലപാതകം നടന്നേക്കുന്നത്. ഇവിടെ പല കാരണങ്ങളാണ് കൊല്ലാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സെക്സ് വർക്കറെ വിളിച്ചുകൊണ്ട് പോയിട്ട് മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ അവർ റേറ്റിൻ്റെ കാര്യം പറഞ്ഞ് കമ്പിപ്പാര എടുത്ത് തലക്കടിച്ച് ആ സ്ത്രീയെ കൊല്ലുന്നു. എന്നിട്ട് ആ ചാക്കി കെട്ടിക്കൊണ്ട് പോയി വരുന്ന വഴിക്ക് എവിടെയോ വീണു, അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഒരുത്തിനെ പിടിക്കപ്പെടുന്നു. ഇത് ഡെയിലി ഇവിടെ വാർത്തകൾ കണ്ട കൊലപാതകമാണ് കൂടുതൽ. അല്ലാതെ ഇമാതിരി ഇൻഅപ്രോപ്രിയേറ്റ് കമൻസ് ഒന്നും അല്ല. മനസ്സിലായി? റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ മോശമാണ് ഈ നാട്ടിൽ. മനസ്സിലായില്ലേ? ഇവിടെ ഉള്ളവർക്ക് ഇത് കിട്ടുന്നില്ല, കാണുന്നില്ല. പോട്ടെ, സ്കൂളിലൊക്കെ ഏത് പ്രായത്തിലാണ് ഇതൊക്കെ പഠിക്കുന്നത്? സെക്സ് എഡ്യൂക്കേഷൻ എന്നൊരു സാധനം കൊടുക്കാന്ന് പറയുന്നത്. ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് സെക്സ് അവൈലബിൾ അല്ലാത്തവർ പിന്നെയും ഫ്രസ്ട്രേഷനോടെ നിൽക്കുമല്ലേ? ഇവന് സെക്സിനെ പറ്റി അറിയാമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എവിടെ അവൈലബിലിറ്റി? എവിടെ ഈ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉടനെ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാക്കണം, ബ്രോത്തൽസ് വേണം, അങ്ങനെയല്ല. ഒരു പ്രായത്തിൽ, ഏത് പ്രായത്തിലാണ് ഇവരിത് അറിഞ്ഞു തുടങ്ങുന്നത്? ആ സമയം തൊട്ട്. മറ്റ് രാജ്യങ്ങളിലൊക്കെ കോണ്ടം ഒക്കെ സ്കൂളിൽ ബാഗിനകത്ത് ടിഫിൻ്റെ കൂടെ കൊടുത്തു വിടുന്ന കഥയൊക്കെ കേൾക്കുന്നുണ്ട്. പോരാത്തതിന് അവിടെ കോണ്ടം മറ്റേ ഇത് കിയോസ്ക് ഒക്കെ ഉള്ള പോലെ വേണ്ട സാധനമൊക്കെ ഉണ്ട്. വെൻഡിങ് മെഷീനോ വേണ്ട എന്തിനു പറയുന്നത്, അത്രയും ഒരു മെഷീനുണ്ടല്ലോ, അതിനകത്ത് നിൽക്കുക കോണ്ടം കിട്ടുമെന്നൊക്കെ പറയുന്ന സ്കൂളുകൾ വരെ ഉണ്ട്. പോട്ടെ, ഈ നാട്ടിൽ എത്ര ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ഒക്കെ ഉള്ളവർ അവരവരുടെ വീടുകളിൽ വന്നിട്ട് അവൻ്റെ മുറിയിൽ കയറി അവൻ്റെ പേരൻസ് അവിടെ ഇരിക്കുമ്പോൾ, പേരൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഫാദറായിട്ട്, ബയോളജിക്കൽ ഫാദർ ആയിരിക്കത്തില്ലായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് അവൻ്റെ ഫാദർ, സ്റ്റെപ്പ് ഫാദർ ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ. അവിടെ പിന്നെ ഗവൺമെൻറ് ആണല്ലോ കുട്ടികളെ വളർത്തുന്നത്. ഫുള്ള് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിലായതുകൊണ്ട് ആർക്കും ആരെയും ഒന്നും അങ്ങനെ ഭരിക്കാനും വളർത്താനും ഒന്നും പറ്റത്തില്ല.
അങ്ങനത്തെ ഒരു രാജ്യത്ത് അവൻ ആ പ്രായത്തിൽ ഒരു 15-16 വയസ്സുള്ളപ്പോൾ തന്നെ വേണം വന്നാലും ചിലപ്പോൾ അവർ വേറെ കൗൺസിലിംഗ് കൊടുക്കത്തുള്ളൂ, അല്ലാതെ ഇങ്ങനെയൊന്നും പിടിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഇനി 18 വയസ്സ് കഴിഞ്ഞവനാണെങ്കിലും അല്ലെ എത്ര വയസ്സാണോ പറഞ്ഞേക്കുന്നത് ആ പ്രായം തൊട്ട് അവൻ അവൻ്റെ വീട്ടിൽ തന്നെ വരും. അവൻ്റെ റൂമാണ്, അല്ലാതെ തന്തയിടം തള്ളയിടം വീട്ടിലല്ല അവൻ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു നാടാണ് ഇത്. ഈ നാട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാവാതെ 2 ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിനെ പറയുമ്പോൾ തെറ്റിപ്പോകുന്ന അവിടെയൊക്കെ ഇതൊക്കെ പുരുഷൻ കൊടുക്കുന്ന, അവിടുത്തെ പുരുഷൻ കൊള്ളാമെന്ന്, ഇവിടുത്തെ പുരുഷൻ കൊള്ളത്തില്ലെന്ന്. ഇവിടെ പുരുഷനും കൊള്ളത്തില്ല, സ്ത്രീയും കൊള്ളത്തില്ല. അത് പുരുഷൻ കൊള്ളാത്തതുകൊണ്ടല്ല സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, സ്ത്രീകൾ അതിലും കൊള്ളത്തില്ല. ഇവിടുത്തെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന സ്ത്രീ ആണോ യൂറോപ്പിലെ സ്ത്രീ? അത് പുരുഷൻ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് പിന്നെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് സ്ത്രീയും പുരുഷനും ഒരുപോലെ ഇടപെടുമ്പോഴേ അത് ശരിയാകത്തുള്ളൂ, അല്ലാതെ പുരുഷന് ഇനി എല്ലാം കൂടെ ഫ്രീഡം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നവരുണ്ട് പുള്ളിക്കാർ പറഞ്ഞു വന്നപ്പോൾ. ഈ കമ്പാരിസൺ ഇപ്പോൾ അവർക്ക് ഇത് 2 പേരുടെയും ചിത്രങ്ങൾ അവരുടെ കമ്പാരിസൺ ഒന്നും ശരിയായിട്ടില്ല. കാരണം ഒരു പ്രായം ചെന്നൊരു സ്ത്രീ ആരും അങ്ങനെ മോശം കമന്റ് എടുത്തില്ല. അവർ തുണിയില്ല എന്നാലും ചിലപ്പോൾ അവർ കാണുന്ന രീതി വേറെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ കണ്ടാൽ ഈ നാട്ടിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇവിടുത്തെ ലൈംഗിക ദാരിദ്ര്യവും ഈ പറഞ്ഞ പോലത്തെ എഡ്യൂക്കേഷൻ്റെ പ്രശ്നം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് ആകെ പറ്റുന്നത് വല്ല കുളിസിയും പോയി എത്തി നോക്കലോ തുണ്ടുപടം കാണലോ, അതും ഷക്കീലുടെ ഒക്കെ പടം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ മാറ്റുന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് അത്ര വലിയ കുഴപ്പമില്ല. ഇവന്മാർ ഇവിടെ ഇതിൽ കൂടുതൽ ചെയ്യേണ്ടവരാണ്. കമൻസിലല്ല, ഇൻഅപ്രോപ്രിയേറ്റ് കമൻസ് ഒന്നും ഈ നാട്ടിലൊരു വിഷയമല്ല ശരിക്കും. ഇവിടെ പീഡിപ്പിക്കലും പിടിച്ചെറി ബലാത്സംഗം കൊലപാതകം ഈ 3-4 കേസുകൾ കഴിഞ്ഞിട്ട് മതിയല്ലോ. കമൻസിലോട്ടൊന്നും എത്താറായിട്ടില്ല ഇന്ത്യയിൽ നേരിട്ടുള്ള അതിക്രമം കഴിഞ്ഞിട്ടില്ല, ഗാർഹിക പീഡനം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഓൺലൈനിലിരുന്ന് എനിക്കറിയത്തില്ല ഇവർ ആരൊക്കെയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇത്ര കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സും ഇത്തിരി കമൻസിനെ പറ്റി കമൻറ്റ് പറയലും ബിഹേവിയർ മാറ്റേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു ടൈപ്പ് കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക സാമ്പത്തികമായിട്ടും ഈ ഇച്ചിരി എഡ്യൂക്കേഷനൊക്കെ ഉള്ള ആൾക്കാർക്കേ പറ്റത്തുള്ളൂ. അവരാണ് ഈ കിടന്നുകൊണ്ട് ഈ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് ഇത് കണ്ടുപിടിക്കുക. എന്നാൽ ഇവിടെ റിയൽ ലൈഫിൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ടാലോ, ഓരോ വീട്ടിലും നടക്കുന്ന മണ്ടത്തരങ്ങൾ കേട്ടോണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഭീകര അന്തരീക്ഷമാണ്. എല്ലാ ദിവസവും വാർത്തകളൊക്കെ നോക്ക്, അതിനകത്ത് കാണാം ഡെയിലി കൊലപാതകമാണ്. ഭർത്താവ് ഭാര്യയെ കൊന്നു, ഭാര്യ വിഷം കൊടുത്തു കൊന്നു, അമ്മായിയമ്മ കൊന്നു, കൊച്ചിനെ കൊന്നു, അമ്മയെ കൊല്ലാൻ പോകുന്നു. അതിനിടയിൽ സെലിബ്രിറ്റീസ് കാണിക്കുന്ന അത് പിന്നെ വലിയ വാർത്തയാവും. ഇതിനിടെ 6 പിടിച്ച് ജയിലിലിടുന്നു. എന്തൊക്കെയാ നടക്കുന്നത്? ഇത് ഇവിടെ ഒന്നാമത്തെ കാര്യം ഈ റിലീജിയൻ ഫസ്റ്റ് ത്രെട്ട് എന്ന് പറയുന്ന റിലീജിയൻ ആണല്ലോ. ഇവിടുത്തെ ആണും പെണ്ണും എന്ത് വേണേൽ ആയിക്കോട്ടെ, പക്ഷേ ഈ റിലീജിയസ് ആയിട്ട് നിൽക്കുന്ന മനുഷ്യരും റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ചെയ്തു കൂട്ടുന്ന തിണ്ടത്തരം നിർത്താതെ ഒന്നാമത്തെ കാര്യം ഒരു തരത്തിൽ ഇവന്മാർക്ക് ചിന്തിക്കാനുള്ള നേരെ വഴി ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏതെങ്കിലും പെണ്ണും ചെറുക്കനെതിരെ നടക്കുന്നു പോകുന്നത് കാണുമ്പോൾ ഒരുതരം വല്ലാത്ത നോട്ടം അവനൊന്ന് ചൊറിയാൻ തോന്നുന്നതും ഈ സദാചാരപ്പറിയന്മാർക്കേ ഉള്ളൂ. അവന്മാരുടെ ബേസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നുള്ള അവരുടെ സ്റ്റഡീസ് അല്ലെങ്കിൽ മോറൽസ് എന്നൊക്കെ പറയുന്നത് പഠിപ്പിച്ച് വിട്ടേക്കുന്നത് റിലീജിയനാണ്. അതിനെ ആദ്യം നശിപ്പിക്കണം, അതില്ലാണ്ടാവണം. പിന്നെ ഇവിടുത്തെ സ്കൂളുകളിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്തിരുത്തത്തില്ല. ആണുങ്ങൾക്ക് വേറെ സ്കൂൾ, പെണ്ണുങ്ങൾക്ക് വേറെ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്നവരെ ഇവിടെ ഉള്ളവർ. ബോയ്സ് ഹൈസ്കൂൾ, ഗേൾസ് ഹൈസ്കൂൾ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർക്കിടയിലോട്ട് ഇങ്ങനത്തെ കമൻസ് ഒക്കെ കാണുന്നത് വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. നിങ്ങൾ ഈ പറഞ്ഞു വരുന്ന സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങളുള്ളതാണ്. ഇവിടുത്തെ പൊളിറ്റിക്സ് എന്താണ് കാണിച്ചു കൂട്ടുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയമുണ്ട്. ഇവർക്ക് രാഷ്ട്രബോധം ഇല്ലാത്ത രാഷ്ട്രീയക്കാരനെ ഇവിടുത്തെ അഴിമതി ഈ എന്താ പറയുക അഴിമതി ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന ഈ കാശ് മുക്കലും, ഒരു പാലം പണിതാൽ ഒരാഴ്ചയും ഇടിഞ്ഞ് വീഴുമെന്ന് പേടിച്ചിട്ടാണ് എല്ലാവരും വണ്ടി കിടന്ന് ഓടിക്കുന്നത്. അതിനകത്ത് ഈ റോഡ് കണ്ടില്ലേ കിടക്കുന്നത് എങ്ങനെയാണെന്ന്? ഇവിടുത്തെ പൊല്യൂഷൻ എന്താ പൊല്യൂഷൻ? അതിനിടയിലാണോ ഇൻഅപ്രോപ്രിയേറ്റ് കമൻറ്റ് കണ്ടുപിടിക്കുന്നത്? എനിക്കറിയത്തില്ല ഇവിടുത്തെ പ്രശ്നം എന്താണ്. ഇവിടുത്തെ പ്രശ്നം ഇതൊന്നും അല്ല. ഇവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒരു കാരണവശാലും ഇവിടുത്തെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ചു വളരുന്ന ഇത്തിരി വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ പഠിച്ചു വന്ന് ഈ പറഞ്ഞ വിശ്വാസങ്ങളിൽ ജീവിച്ച് ഇത്തിരി കുടുംബങ്ങളിൽ വളർന്ന ആളുകൾക്ക് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ആ സൊസൈറ്റി എങ്ങനെയാണ്, ഈ സൊസൈറ്റി എങ്ങനെയാണ്? ഇവിടെ എല്ലാം ഫാമിലിയെ ബേസ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നാൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവന്മാരാണ് എല്ലാവരും. ഈ ഒരു കുടുംബത്തിലല്ലാതെ വേറെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവരും ഭയങ്കര കഴിവുള്ളവരാണ്, എല്ലാവരും ബുദ്ധിയും വിവേകവും വിദ്യാഭ്യാസവും ഒക്കെ കൂടി മുറ്റി നിൽക്കുകയാണ്. പക്ഷേ ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത പോലത്തെ അവസ്ഥയാണ്. ഒന്നെങ്കിൽ അവൻ അവിടെ കയറി എന്തിനും അനാവശ്യം കാണിക്കും,
അല്ലെങ്കിൽ അവൻ മോഷ്ടിക്കും, അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ ആരെങ്കിലും തല്ലിക്കൊല്ലും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ, മനസ്സിലായി? അതിനിടയിൽ ഇതേ ആൾക്കാരൊന്നും അല്ല കമന്റ് ഇടുന്നത്, ലൈറ്റാണ് അവന്മാർ അത്രയൊക്കെ ചെയ്തിട്ടങ്ങ് പൊക്കോളും. ഇത് ഇവിടെ നടക്കുന്ന സംഭവം ഫാമിലിയാന്ന് പറഞ്ഞിട്ടേ ഫാമിലി ഉണ്ടാക്കാൻ നിൽക്കുക ഇവര്. എന്നിട്ട് ഒരുത്തനെയും ഒരു ഫാമിലി വേറൊരു ഫാമിലിയോട്ട് കയറാൻ പറ്റത്തില്ല. എന്തെങ്കിലും കാരണം വെച്ചാൽ ഈ ഫാമിലി കൊച്ചെടുത്ത് അപ്പുറത്തെ ഫാമിലി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വെച്ച് അതിനൊരു പോക്സോ കിട്ടും. എന്തോരം കേസാ പോക്സോ. അതിനിടയിലാണോ ഈ കമന്റൊക്കെ വരും? ഇതല്ല ഇതിന് അപ്പുറത്തെ പരിപാടി ചെയ്യുമെന്ന് ഇവര്. അതിന്റെ കാരണം എന്താ? ഈ ദാരിദ്ര്യം. ഇതിനിപ്പോൾ സ്ത്രീയും പുരുഷനും ഒരുപോലെ അങ്ങ് വിചാരിക്കുക. നിങ്ങൾ എത്ര പേർക്ക് അവരവരുടെ വീടുകളിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഫ്രീഡം അങ്ങോട്ട് ഇങ്ങനെ ആയിക്കോട്ടെ, നീ നിന്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ട് വീട്ടിൽ വന്നോ, നമുക്ക് ഒന്നിച്ച് വീട്ടിൽ നിന്ന് കഴിച്ച് ആഹാരമൊക്കെ കഴിച്ച് വേണേൽ മദ്യപിക്കുകയും ചെയ്തു, എന്നിട്ട് നീ നിന്റെ ഇഷ്ടത്തിന് നിന്റെ ഗേൾഫ്രണ്ടുമായിട്ട് നിന്റെ റൂമിൽ പോയി എൻജോയ് ചെയ്യൂ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തിനും ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ വരെ ആയിട്ടില്ല. എനിക്ക് പിള്ളേരില്ലാണ്ടായി പോയില്ല, ഞാൻ അവർക്ക് ആ ഫ്രീഡം കാണിച്ചു കൊടുക്കാമെന്ന്. അതിനിപ്പോൾ എന്താ പക്ഷെ അപ്പോഴും പ്രശ്നം വരുമോ? നീ നശിച്ച നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അപ്പുറത്തിരിക്കുന്ന വരുന്നവനാണോ പെണ്ണോ ആരും ആയിക്കോട്ടെ, അവരുടെ പേരൻസ് വന്നിട്ട് എന്നെ തെറി വിളിക്കും. ഇല്ലേ, നീ എന്താടാ കൂട്ടി കൊടുക്കുവാണോടാ, നീ ടിക്കറ്റ് എടുത്തുകൊണ്ട് വെച്ചിട്ടിരിക്കണമെന്നൊക്കെ പറയുന്ന ആൾക്കാരായി ഇവര്. അതല്ലേ അതിൻ്റെ ശരി. പിന്നെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല അല്ലേ? പിന്നെ ഇവിടുത്തെ സൊസൈറ്റി അങ്ങനെ ആയിരിക്കണം. ഇത് ഫാമിലി ആണോ എന്ന് വെച്ചാൽ ഫാമിലി അല്ല, ഇൻഡിവിജ്വൽ ആണോ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലും അല്ല. ഈ ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റി നടക്കുന്ന പോലത്തെ കാര്യങ്ങൾ ഫാമിലി ബേസ് ചെയ്ത് നിൽക്കുന്നവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതിനനുസരിച്ചുള്ള വഷളത്തരവും അലമ്പും കാണിക്കും. ഇവിടെ ഇപ്പം നിസ്സാരമായിട്ടൊരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ എന്തൊരു പാടാ. എന്തെങ്കിലും ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വേറെ പുറകെ വരും. കാരണം ഇപ്പം ഞാൻ ഇവിടുത്തെ സെറ്റപ്പ് വെച്ച് പറയാം. ഇപ്പോൾ ഇവിടെ ഫാമിലി ബേസ് ചെയ്തിരിക്കുവാണ്. ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്നു. അതിനകത്ത് ഭർത്താവ് ഭാര്യയെ ചീറ്റ് ചെയ്യൂ, ഭാര്യ ഭർത്താവിനെ ചീറ്റ് ചെയ്യുന്നു തന്നെ വേണം പറയാൻ. കാരണം ഇത് ആ സൊസൈറ്റി അല്ല, അവിടുത്തെ സൊസൈറ്റി അല്ല. അവരാരും ജനിച്ചു വളർന്നു വന്ന ഇങ്ങനെയല്ല. ഇവർ ബേസ് ചെയ്ത് നിൽക്കുന്നതിനകത്ത് കുടുംബത്തിൻ്റെ ഈ പറഞ്ഞ പോലെ സ്വത്ത്, മക്കള്, മറ്റേ കോപ്പ് മറിച്ച കോപ്പ് എന്നൊക്കെ പറഞ്ഞ് പല ലിങ്കുണ്ട് ഇതിനകത്ത്. ഈ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ട് ഇനി ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായാൽ ആദ്യം സംഭവിക്കാൻ പോകുന്ന ഡിവോഴ്സ്, അല്ലെങ്കിൽ ഇവളെ പീഡിപ്പിക്കുക. ഈ രണ്ട് ലെയറും ഒന്ന് നടക്കും. അപ്പോൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കിന് ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം വെച്ചുകൊണ്ട് ഒരുത്തിൻ്റെ ജീവിതം കട്ടപ്പുകയാക്കാനുള്ള എല്ലാവിധ പരിപാടികളും ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങൾ UK US എൻ്റെ ഫ്രണ്ട് ഒരുത്തൻ വിദേശീയ വനിതയെ കല്യാണം കഴിച്ചിട്ട് പേപ്പർ ഒപ്പിട്ട് കൊടുത്തതുകൊണ്ട് പ്രശ്നം തീരുക. അവിടെ ആരും വരുന്നില്ല. അവന് കാശ് ചെല്ലുന്ന വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ അങ്ങനെയാണോ? പോക്സോ അടക്കം അടിച്ചു കിട്ടും. കൊച്ചുങ്ങളെയൊക്കെ പീഡിപ്പിച്ചെന്നവരെ പറഞ്ഞ് കഥ ഉണ്ടാക്കി വിടും. അതിനകത്ത് 2000 പോക്സോ കേസുകൾ വ്യാജ പരാതികളാണെന്ന് പറഞ്ഞുകൊണ്ട് വരെ കോടതിയിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അതാണ് ഈ നാട്. ഇവിടെ സ്ത്രീക്ക് എന്ത് സ്ത്രീകൾ ചെയ്യുന്നത്? ഇതല്ലേ ഒരു സ്ത്രീയുടെ പണിയാണ് കള്ളക്കേസ് ഉണ്ടാക്കി ആണുങ്ങളെ പെടുത്തുക. വേറെ സ്ത്രീയുടെ പണിയാണ് ഈ പറഞ്ഞ പോലെ ബസ്സൊക്കെ കയറുക, കാണുന്നവരൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക. ഇതിനെയൊക്കെ അവിടെയൊക്കെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ ഏതെങ്കിലും UK US ആരെങ്കിലും ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇന്നപ്രോപ്രിയേറ്റ് കമൻസ് മാത്രമേ കാണുന്നുള്ളൂ ആളുകൾ. എനിക്കറിയാൻ വേണ്ടിലേക്ക് ഇപ്പോൾ ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് അതിൽ കൂടുതലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നിയമം ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തത് ഈ പെണ്ണുങ്ങൾ തന്നെയല്ലേ? പെണ്ണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നല്ലൊരു നിയമത്തെ ജെന്യൂനായിട്ടുള്ള കേസ് വന്നാൽ എടുക്കാതായി. ആരാണ് ജെന്യൂൻ, ആരാണ് കള്ളനെന്ന് തപ്പി പിടിച്ചിട്ട് വേണം ഇനിയിപ്പോൾ ആ പെണ്ണിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്നിട്ട് വേണം ഇത് കേസ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ. ചിലർ വന്നിട്ട് ചുമ്മാ പരാതിപ്പെടുക, ആരെങ്കിലും കൊടുക്കാൻ വേണ്ടി പോലും ഇത് യൂസ് ചെയ്യുക. അതാണ് ഈ നാട്. ഇവിടെ ഇപ്പോൾ ആണുങ്ങളെല്ലാം കൂടെ അങ്ങ് വിചാരിക്കുക ഇനി തൊട്ട് നാളെ തൊട്ട് പെണ്ണൊക്കെ ഫ്രീഡം ഉണ്ടാക്കണം. അവർക്കത് വേണ്ടെന്ന് പറയുന്നവരാ. ശബരിമല കയറാൻ പോയപ്പോൾ കണ്ടില്ലേ, റെഡി ടു വെയിറ്റ് എന്നൊക്കെ പറഞ്ഞ ടീംസൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും ഏകദേശം ഒരുപോലൊക്കെ തന്നെയുള്ള. അതിന് പുരുഷന്റെ പ്രശ്നമല്ലിത്. ഇവർ നമ്മൾ ഈ ആളുകളൊക്കെ കാണുന്നത് വേറൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട് ഇവിടെ. അതായത് സ്ത്രീയെ അടിച്ചമർത്തിയതാണ്, അതുപോലെ തന്നെ പാട്രിയാർക്കി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേംസ് ഒക്കെ ആയിട്ട് ചില ഒരു പ്രത്യേക സോഷ്യലി ഈ സാധനത്തിനെ കാണുന്ന രീതിയുണ്ട്. അവിടെ ഈ പ്രശ്നം നടക്കുന്നത് അവർക്കാണ് ഈ തെറ്റിപ്പോകുന്നത്. ഇത് അങ്ങനെ മാത്രമല്ല ഇരിക്കുന്നത്. ഇതിനകത്ത് പ്രശ്നങ്ങൾ പിന്നെയും കിടക്കുക. നമ്മൾ ഓർക്കുമോ ഇന്നിപ്പോൾ നാളെ അങ്ങ് യൂറോപ്പ് ആകുമോ? ഇല്ല. യൂറോപ്പാണ്. യൂറോപ്പിൻ്റെതായ രീതിയിൽ സ്ട്രീറ്റ്സ് ഇവിടെ വേണം, സ്ട്രീറ്റ് ലൈറ്റ്സ് വേണം. അതുപോലെ തന്നെ അവിടുത്തെ ബാറും പബ്ബും ബ്രോത്തൽസും ഇതേപോലത്തെ ഫ്രീഡം. ഈ പറഞ്ഞ കുട്ടികൾക്ക് ഫോണും കൊടുത്ത് വിടണം. പിന്നെ വീട്ടിൽ വരുന്നവരെ
എൻ്റർടൈൻ ചെയ്യണം. പിന്നെ ഈ പബ്ലിക് പ്ലേസിലാണെങ്കിൽ പോലും രണ്ടുപേര് ഇൻറ്റിമേറ്റ് ആയിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നോക്കാതെ പോകാൻ പറ്റും. അപ്പോഴേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നോക്കിപ്പോവും. ഇവരൊക്കെ ചെറുപ്പം തൊട്ടേ സെക്സ് എന്ന് പറയുന്ന സാധനത്തിന് ഇത്ര ഭീകരമായിട്ട് കണ്ടിട്ടില്ല. ഒരു സെക്സിൽ അങ്ങനെ ഇന്റർകോഴ്സ് നടന്നു പോയി, അവരവരുടെ വഴിക്ക് പോയി, അവരുടെ പണിയായിരിക്കും ചെയ്യുന്നത്. ഇവിടെ പണിയില്ലല്ലോ അവർക്ക്. ഇവിടെ ഉള്ളവന് എവിടെ പണി? ഇവൻ അതും ഒരു പണി. ഇവിടെ ഉള്ളവരുടെ ഒരു പണി പിള്ളേരുണ്ടാക്കല. അങ്ങനെ ഇന്ത്യ പോപ്പുലേഷൻ്റെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യമായിട്ട് മാറി. ഇതൊരു പണിയായിട്ട് എടുത്തേക്കുക. എന്നാൽ ഇവന്മാർ സെക്സ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. ഇവരെല്ലാം എവിടേക്ക് പോയി എന്തോ കാട്ടിക്കൂട്ടുന്നത്. ഈ പറഞ്ഞ പോലെ സെക്ഷൻ ചെയ്യാൻ പോലും അറിയാത്ത ആൾക്കാരാണ്. ഇനിയിപ്പോൾ ഫ്രീഡം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ഇതൊക്കെ ഒരു തലമുറ മാറിയാലേ മാറത്തുള്ളൂ, അല്ലാതെ ഇവിടെ ഉള്ളവരെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എന്നോ കഴിഞ്ഞതാ, കുഞ്ഞുനാളിലെ പോയതാ ഇതൊക്കെ. അതിനെയൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും നന്നാവുന്നൊന്നുമല്ല. അത് മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ബ്ലെയിംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ചെയ്യുന്നത്. ഞാൻ പണ്ടൊക്കെ ഇതിനൊക്കെ ബ്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉള്ള കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഒരിടത്ത് നിൽക്കുന്നതല്ല, ഒരു വ്യക്തിയിൽ നിൽക്കുന്ന പ്രശ്നമല്ല ഇത്. ഈ രാജ്യം മൊത്തം ഇങ്ങനെയാണ്. ഈ രാജ്യത്തെ രാഷ്ട്രീയം അങ്ങനെയാണ്, മതം അങ്ങനെയാണ്, കുടുംബം അങ്ങനെയാണ്, സൊസൈറ്റി അങ്ങനെയാണ്, ഇവിടുത്തെ പ്രകൃതി പോലും അങ്ങനെയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നില്ല പട്ടിയും പൂച്ചയും പോലും സമാധാനമായിട്ട് ഒന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സമ്മതിക്കുമെന്ന് ഇവിടുത്തെ ആൾക്കാർ. അപ്പോഴും കല്ലെടുത്തെറിയുന്നവരെ വരും. മനസ്സിലായോ? എല്ലാത്തരം ഫ്രസ്ട്രേഷനും ഉള്ള മനുഷ്യർ. ഇവർക്ക് ഒരിക്കലും നന്നാവാൻ പറ്റത്തില്ല. ഇവരെന്ത് കണ്ടാലും പഠിക്കത്തില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കാണിക്കാന്ന് വിചാരിച്ചാലും അത് കാണിക്കുമ്പോൾ അങ്ങ് തെറ്റിപ്പോവും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ചിലരങ്ങ് സെക്ഷനെ അങ്ങ് ലിബറലൈസ് ചെയ്ത് ഇറങ്ങി തിരിച്ച് ഉടനെ അപ്പുറത്തുനിന്ന് വേറെ ഒരു ടീം വന്നങ്ങ് ചൂഷണം ചെയ്ത് പറ്റിച്ച്. ഇതൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. കുറേ പേര് അങ്ങനെ നോക്കി. ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയല്ലേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇറങ്ങി തിരിച്ച് ആ പണിയാണ് കിട്ടുന്നത്. അത് വേറൊരു പ്രശ്നമാണ്. ഇവിടെ കുറേ പേര്, എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ടാകുന്നത് ഭയങ്കര പുള്ളികളാണ്. പക്ഷെ അവസാനമായപ്പോൾ എല്ലാം പെട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. പല തിയറീസും ഉണ്ടാവും, അല്ലെ പല രാജ്യങ്ങളിൽ പല രീതികളിൽ മനുഷ്യൻ ജീവിക്കുന്നുണ്ടാവും. ഇപ്പോൾ ആഫ്രിക്കയെ വേറൊരു ട്രൈബിനെ കാണിച്ചിട്ട് പറയുക അതുകൊണ്ട് അവിടെ എല്ലാവരും ഭയങ്കര ഫ്രീ സെക്സ് ആണെന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിലോട്ട് എടുത്തും വിളിച്ച് പറയാം അവിടെ ഇരുന്നുകൊണ്ട് കണ്ടോ ഇവിടുത്തെ പോലെ ആയ എന്ത് രസമാണ്. യൂറോപ്പിൽ പോയിരുന്നുകൊണ്ട് വേറൊരു പുള്ളിക്കാരെയും കൂടെ എന്തോ കാണിക്കും, അമേരിക്കയിൽ പോയിട്ട് വേറെന്തോ കാണിക്കും. ഇതൊക്കെ നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ പറ്റിപ്പോയി തിങ്സ് മാറ്റേഴ്സ് എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ട് അവസാനം അങ്ങനെ നടന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ മയിര് ഭ്രാന്തായി. ഇവിടെ അത് നടക്കത്തില്ലെന്ന് മനസ്സിലായി. അതല്ലേ വി ഡോണ്ട് നീഡ് എയർ എഡ്യൂക്കേഷൻ. അയ്യോ, ഇതൊക്കെ കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഈ നാട്ടിൽ ഇരുന്നുകൊണ്ട്? ഇങ്ങനെ കുറേ റോക്കൊക്കെ കേട്ട് നടന്നപ്പോൾ നമുക്ക് പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഇവിടെ നടക്കത്തില്ല. ഇവിടുത്തെ സെറ്റപ്പിൽ കുറച്ച് ശ്രദ്ധിക്കണം. ഇവിടുത്തെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്, മനസ്സിലായോ? അല്ലാതെ അവിടെ അതുണ്ട് ഇവിടെ അതുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഒരു 10 വർഷം മുമ്പാണ് ഈ വീഡിയോ എങ്കിൽ കൊള്ളാം. അന്നൊക്കെ ഇതൊക്കെ കണ്ടുവരുന്നതേ ഉള്ള ആൾക്കാർ. പക്ഷെ ഇപ്പോൾ ഇത് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ ചുറ്റുപാട് ഇവിടുത്തെ ചുറ്റുപാടും തമ്മിൽ. അവിടെ നിന്ന് ഈ പുറത്തിറങ്ങി രാത്രി നടന്നാലും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. കാരണം വെളിച്ചമുള്ളത് കൊണ്ടാണ്. ഞാൻ ഗൾഫിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ അങ്ങനെ രാത്രി എന്ന് പറഞ്ഞും പകലെന്ന് പറഞ്ഞിട്ട് വ്യത്യാസം ഫീൽ ചെയ്യത്തില്ല. എപ്പോഴും വെളിച്ചമുണ്ട്, ആൾക്കാർക്ക് കാണാം. പിന്നെ മാത്രമല്ല രാത്രിയും പകലും ആളുകളും പുറത്തിറങ്ങുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ കാട്, കുറ്റിക്കാട്, കൊടുങ്കാട്, അതിനിടയ്ക്ക് ഒരു മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ യക്ഷി പ്രേത ഭൂത വിശാശ മാടൻ നൊടിയൻ എല്ലാം ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? അതിനിടയിൽ കുറെ കാളി കൂളി ദൈവങ്ങളും അമ്പലങ്ങളും പള്ളിയും ഒക്കെ കൂടെ നിറഞ്ഞു നിൽക്കുന്നു. ഇതിനിടയിൽ അതിനകത്തിട്ട് പീഡനം, അതിന് പുറത്തിട്ട് പീഡനം. എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ? രാത്രി ആയാൽ ഏറ്റവും സേഫായിട്ടുള്ള വലിയ കതകും മതിലിനകത്തും ഒക്കെ ഇരിക്കുന്ന ആളുകൾ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അക്രമം ഉണ്ടാവും. കാരണം ഇരുട്ട് അങ്ങനെയാ. ഇവിടെ എവിടെയാ മനുഷ്യൻ? ഇവിടെ അത് സിറ്റി പ്ലാനിങ് ഇല്ല. ഒരു സിറ്റി പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ, ആ സിറ്റിക്കകത്തെങ്കിലും വെളിച്ചം കൊണ്ടുവന്നിട്ട് ആൾക്കാർക്ക് രാത്രി ഇറങ്ങി നടക്കാന്ന് പറയും. ഇപ്പം ഈ പറഞ്ഞ പോലെ സിറ്റി ഓക്കെ, ഈ പറഞ്ഞ പോലെ വലിയ നമ്മളിപ്പോൾ എന്താ പറയുക, കുറേ അപ്പാർട്ട്മെൻറ്റ്സും വില്ലാസും ഒക്കെ ഉള്ള സ്ഥലത്താണ് പുറത്തിറങ്ങി സ്ട്രീറ്റ് ഫീലൊക്കെ കിട്ടിയാൽ അവിടെ കുറച്ച് ചായക്കടയൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ് സംഭവം സേഫായി. വലിയൊരു മതിൽ വേണം. മനസ്സിലായി? ഇതിനകത്ത് വന്നത് ഈ ക്ലാസ്സുകൾ, ഈ മനുഷ്യൻ്റെ പട്ടിണി, ദാരിദ്ര്യം, ദുരന്തങ്ങൾ, അത് വേറൊരു തരത്തിൽ. ഈ സോഷ്യൽ ക്ലാസ് ഉണ്ടല്ലോ, ഫിനാൻഷ്യലായിട്ടും ഈ സോഷ്യലായിട്ടും ഉള്ള ജാതി മത ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിൽ താഴെ ഇപ്പം തന്നെ അതിദാരിദ്ര്യം മാറ്റിവെച്ച ഗവൺമെൻറ് ഇങ്ങനെ നിൽക്കുക. മനസ്സിലായി? ഇവിടെ നിന്ന് ആഹാരം വരെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴാണോ ശരീരത്തോട് കാണാത്ത ഏറ്റവും വലിയ ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം ലൈംഗിക ദാരിദ്ര്യമാണ്. ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല, കേരളം കൂടുതലാണ്. കേരളം തമിഴ്നാട് ഒക്കെ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. മറ്റേ ബോംബെ, ഡൽഹി, കൽക്കട്ടയിലൊന്നും ഇത്ര ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ലൈംഗിക ദാരിദ്ര്യമാണ്. മറ്റു ചില സ്റ്റേറ്റുകളിലൊക്കെ ചിലപ്പോൾ വേറെ ഫുഡിനുള്ള ദാരിദ്ര്യമായിരിക്കും, അല്ലെ സാമ്പത്തികമായ ദാരിദ്ര്യമായിരിക്കും.
എല്ലാ വേറെ വല്ല എഡ്യൂക്കേഷൻ ദാരിദ്ര്യമായിരിക്കും ഉണ്ടാകുന്നത്, വിവരവും വിദ്യാഭ്യാസവും കുറവായിരിക്കും. പക്ഷെ ഇവിടെ അതാണോ? കേരളത്തിൽ എഡ്യൂക്കേറ്റഡ് ആണെന്ന് വെച്ചാൽ ആണെന്നും പറയും, എന്നാൽ ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ പീക്ക്. ഇവർക്ക് ആ സാധനം അങ്ങോട്ട് വിടാൻ പറ്റുന്നില്ല. ഇവിടുത്തെ പല കൾച്ചറാണ്. ഓരോ 100 കിലോമീറ്റർ മാറിയാൽ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുക. സ്വഭാവമോ അതെങ്ങനെ ഉണ്ടായതാ? ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനകത്ത് സ്ത്രീക്കും നല്ല പങ്കുണ്ട്, പുരുഷനും പങ്കുണ്ട്. അല്ലാതെ ഇത് പുരുഷൻ മാത്രം വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല ഇതൊന്നും. എവിടെ നിന്നാണോ ഇതൊക്കെ? എന്താ ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഇത് ഈ പറഞ്ഞ പോലെ ഇനി എത്താൻ സമയമെടുക്കും. മനസ്സിലായില്ലേ? ഈ രാജ്യത്ത് ശാസ്ത്രപരമായ എന്താ പറയണ്ടേ ഒരു ധാരണ, അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റേ എന്താ പറയുക, സയൻറ്റിഫിക് ടെമ്പർ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ സാധനം ഇല്ല. ഇതെല്ലാം റിലീജിയനെ ബേസ് ചെയ്ത് നിൽക്കുന്ന കൂടുതൽ പേരും. അവർ പറഞ്ഞു കൊടുത്ത മോറൽസും അവർ പറഞ്ഞു കൊടുത്ത ദൈവം ഉണ്ടാക്കിയ മനുഷ്യരുമൊക്കെ ഇവിടെ ഉള്ളത്. മനസ്സിലായി? ഇതിനകത്തുനിന്ന് മറ്റ് വികസിത രാജ്യങ്ങളെന്ന് പറയുന്നവർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടുണ്ടായ മാറ്റം അത്. അല്ലാതെ ഇവിടെ മനുഷ്യൻ ആണും പെണ്ണും കൂടി ഇരുന്ന് ഉണ്ടാക്കിയതാവാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വെളിച്ചത്തിൻ്റെ കാര്യം. ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷനും ഇത്ര ഫാസ്റ്റ് ആക്സസും ഒരു സിറ്റിയും എല്ലാവരുടെ കമ്മ്യൂണിറ്റി ലിവിങ് ഒക്കെ വേറെ രീതിയിലാണ്. ഇവിടെ അങ്ങനല്ല. ഇവിടെ തൊട്ടപ്പുറത്തെ വീട്ടുകാരായിട്ട് അടിയും ബഹളവും അപ്പുറത്തോട്ട് കയറി ഞാൻ പറഞ്ഞില്ല, മോഷണ പരിപാടി മെയിനായിട്ട്. പിന്നെ ബലാത്സംഗവും പിടിച്ചുപറിയില്ലാത്തൊരു എൻ്റർടൈൻമെൻറ്റ് നമുക്കില്ലല്ലോ. അപ്പോൾ ഈ രാജ്യങ്ങൾ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ശാസ്ത്രത്തിൻ്റെ പുരോഗതി ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ സ്ഥലങ്ങളിലാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഒരു ഇസം കൊണ്ടുവന്നത് കൊണ്ടോ അല്ലെ പ്രത്യേകിച്ച് ആരെങ്കിലും പഠിച്ചിട്ട് വന്ന് എന്തോ ചെയ്താലും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഉള്ളവരെല്ലാം പഠിപ്പിച്ച് നോക്കും, എന്നാലും നടക്കത്തില്ല. കാരണം ഇവിടുത്തെ വെളിച്ചമില്ല, രാത്രി കാര്യങ്ങൾ വെളിച്ചമില്ല, ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ വേറെ തരം ബുദ്ധിമുട്ടുകൾ അത് അനുഭവിക്കുന്ന അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട്. പൈസ ഇല്ല, ഫുഡ് പോലും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല, മാൽ ന്യൂട്രീഷനാണ് മിക്ക പിള്ളേർക്കും. അതുങ്ങളൊക്കെ കൂടി എന്ത് ചിന്തിച്ചാൽ എങ്ങനെയാണ്? ഇവനൊക്കെ ചിന്തിക്കുന്നത് ശരിയാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ശരീരം തളർന്നിരിക്കുമ്പോൾ എങ്ങനെയാണോ തലച്ചോറ് ഇത്ര പ്രവർത്തിക്കുന്നത്? അതിനകത്തോട്ട് വിറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ ഡിപ്രഷൻ, ആൻസൈറ്റി അടിക്കും. എല്ലാം വേണ്ട മാഗ്നീഷ്യം പൊട്ടാഷ്യം ഒക്കെ കുറഞ്ഞിട്ടുണ്ടോ? ഇനി ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടോ? തൈറോയിഡിന് വല്ല പ്രശ്നമുണ്ടോ എന്ന് പോലും അറിയാത്ത ആൾക്കാർ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടു ഇപ്പോൾ ആർക്കെങ്കിലും ഇവിടെ ഇതൊക്കെ അറിയാവോ? ഇവൻ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ കാണിക്കുന്നതോ? മദ്യപിച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ എവിടെയെങ്കിലും ഇങ്ങനെ പ്രശ്നമുണ്ട്? ഇൻഅപ്രോപ്രിയേറ്റ് മദ്യപാനികളെ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും, വളരെ കുറച്ച് പേര് കാണും. പക്ഷെ ഇവിടെ അതാണോ? മദ്യപിക്കുന്ന 90% ആൾക്കാർക്ക് മദ്യപിക്കാൻ അറിയത്തില്ല. ഇനി മദ്യപിച്ചാൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ പെണ്ണുങ്ങൾ ഇവർക്ക് വീട് വഴിയാക്കി മാനേജ് അറിയാവോ? പിള്ളേരെ വളർത്താൻ അറിയാവോ? ഇവിടുത്തെ സ്ത്രീകളല്ലേ ഈ പിള്ളേരെയൊക്കെ വളർത്തി വിടുന്നത്. ഈ മുൻ തലമുറയിലെ മിക്ക പിള്ളേരും അമ്മമാർ പറയുന്നതായിട്ട് വളർന്നവരാ. ആ സ്ത്രീയാണ് ഇവിടെ പ്രശ്നം കൂടുതലുണ്ടാക്കിയേക്കുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ. പുരുഷന്മാരൊന്നുമില്ല, പണിക്കെങ്കിലും പോകും. ഇവർ ആ സമയത്ത് വീട്ടിൽ ഇരുന്ന് പിള്ളേരെ വളർത്തി ആ പുരുഷനേക്കാൾ മോശം പുരുഷനെ ഇവിടെ സൃഷ്ടിച്ചുണ്ടാക്കി വിട്ടേക്കുക. ഈ സദാചാരം മൊത്തം തള്ളിക്കൊടുത്തതല്ല, ഈ റിലീജിയൻ മൊത്തം തള്ളിക്കൊടുത്തതല്ല, ഈ അന്ധവിശ്വാസം മുഴുവനും ഈ കൊച്ചിൻ്റെ തലയിൽ അടിച്ചേപ്പിച്ച് തള്ളയാണ്. കൂടുതലും തള്ളമാരെ ചെയ്തേക്കുന്നത്. അതാണായാലും പെണ്ണായാലും ഒരുപോലെ തള്ള വളർത്തും, തള്ളയുടേതായ രീതിയിൽ. എന്നിട്ട് പുരുഷൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുരുഷൻ പറഞ്ഞു കൊടുത്തോണ്ട് സ്ത്രീ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞതാ, ഈ റിലീജിയനകത്ത് പോയി വീഴുന്നതും അന്ധവിശ്വാസികളായ മനുഷ്യരും കൂടുതലും സ്ത്രീകളാണ്. ഇതുങ്ങളെ ഇതിനകത്ത് പോയി പെടത്തുള്ളൂ. സകല ഒരു തട്ടിപ്പിനകത്തും പോയി ചാടാൻ ടെൻഡൻസി. ഇവരെ അത് എഡ്യൂക്കേഷൻ്റെ പ്രശ്നമാണ്. എന്ത് ചെയ്യാനാ? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ലേറ്റായി പോയി. ഇവിടെ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ഇത്രയും ഇൻഫർമേഷൻ ഓൺ ഫിംഗർ ടിപ്പ് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ നോക്കുന്നത് എന്തോ? അപ്പോഴും ഏതോ പള്ളിയുടെ വല്ല പെരുന്നാളുണ്ടോ, വല്ല ബൈബിളിലെ വാക്യോ, വല്ല കുംഭ് മേളയോ, അതുമല്ല അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുന്ന സാധനങ്ങളായി വരുന്നേ. അതിൻ്റെ പ്രശ്നം വേറെ. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇവിടെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആണുങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് ഒരിക്കലും അത് ആണുങ്ങൾ മാത്രമല്ല നാട്ടിൽ ഫ്രസ്ട്രേഷൻ അനുഭവിക്കാൻ പോകുന്നത്. ഇതൊരു മെയിൽ ജെൻഡറിന് മാത്രമുള്ളൊരു ഫ്രസ്ട്രേഷൻ ഒന്നുമല്ല. ഇവിടുത്തെ സ്ത്രീകൾ അതിലും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. പിന്നെ ആണ് ഫ്രസ്ട്രേറ്റഡ് ആവുക, പെണ്ണങ്ങ് ഹാപ്പി ആയിട്ടിരിക്കുന്ന എന്തോ അതിനകത്ത് എന്ത് ലോജിക്കാത്? ഇവിടുത്തെ മനുഷ്യരാണ് ഫ്രസ്ട്രേറ്റഡ് ആയേക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടുത്തെ മൃഗങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. അവർ വേറൊരു രാജ്യത്ത് അനുഭവിക്കാത്ത വിഷമങ്ങളും ബുദ്ധിമുട്ടുകളാണ് ഇവിടെയുള്ള സ്ട്രീറ്റ് ഡോഗ്സും അല്ലെ പൂച്ചയും പട്ടി പശുവും ഒക്കെ അനുഭവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഇവിടുത്തെ മനുഷ്യൻ്റെ കാര്യം. ഈ മനുഷ്യന് മൊത്തത്തിൽ പ്രശ്നമുണ്ട്. ഇവിടെ സ്ത്രീയും പുരുഷനും ഒരുപോലെ ഫ്രസ്ട്രേഷൻ ആണ്. സ്ത്രീകളുടെ ഇൻഅപ്രോപ്രിയേറ്റ് കമൻസ് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. സ്ത്രീകൾ പറയുന്ന കമൻസ് ഇങ്ങനെ ആയിരിക്കത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇതിലും മോശം കമൻറ്റാണ് സ്ത്രീകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പിന്തിരിപ്പൻ, ഇതുപോലെ എന്താ പറയണ്ടേ, അധപ്പതിച്ച ചിന്താഗതിയുള്ള സ്ത്രീകൾ വിദേശത്തില്ല. അവിടെ സ്ത്രീയും ഇങ്ങനെയല്ല, അവിടെ പുരുഷനും അങ്ങനെയല്ല. അത് കൊള്ളാവുന്ന സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടുത്തെ സ്ത്രീയും പുരുഷനും ഒരുപോലെ കൊള്ളത്തില്ല.